അംബാനിയെ ഭയപ്പെടുത്തുന്ന എന്താണ് എലോൺ മസ്ക് പ്രയോഗിക്കാൻ പോകുന്നത്? ടവറുകളോ സിഗ്നലുകളോ ഇല്ലാതെ ഇന്ത്യയിലെ സകല കുഗ്രാമങ്ങളിലും ഇനി ഇന്റർനെറ്റ് എത്തും. അതാണ് അംബാനിയെ ഭയപ്പെടുത്തുന്നത്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനും ആമസോണിന്റെ കുയിപ്പറിനും സാറ്റലൈറ്റ് സ്പെക്ട്രം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് മുകേഷ് അംബാനി ടെലികോം മന്ത്രിക്കൊരു കത്ത് നൽകി. തിങ്കളാഴ്ചയാണ് കത്ത് നൽകിയത്. എന്തുകൊണ്ടാണ് മൊബൈൽ സേവന കമ്പനികളായ ജിയോയും എയർടെലും വോഡഫോണും എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ പേടിക്കുന്നത്? അംബാനിയും സുനിൽ മിത്തലും ബിർളയും ഒരേ സ്വരത്തിൽ സ്റ്റാർലിങ്കിന് സാറ്റലൈറ്റ് സ്പെക്ട്രം നൽകരുത് എന്ന് ടെലികോം മന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് സേവനം നൽകാൻ പോകുന്ന കമ്പനിയാണ്. സാറ്റലൈറ്റിൽ നിന്നും നേരിട്ട് മൊബൈലുകളിലേക്കായിരിക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക. അപ്പോൾ തടസ്സമുണ്ടാകില്ല, ഒരിക്കലും ഒരു ബ്രേക്ക് ഉണ്ടാകില്ല, അതിവേഗ ഇന്റർനെറ്റ് എല്ലാവർക്കും ലഭ്യമാകും. സ്റ്റാർലിങ്കിന് മൊബൈലിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ ടവറുകളോ സിഗ്നലുകളോ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രധാന സംഗതി. അതിനർത്ഥം ടവറുകളില്ലാത്ത കുഗ്രാമങ്ങളിൽ വരെ വളരെ ഈസി ആയിട്ട് ഇന്റർനെറ്റ് മൊബൈൽ ഫോണുകളിൽ ലഭിക്കും. മൊബൈൽ ഇന്റർനെറ്റിന്റെ കളി മാറ്റുന്ന ചുവടാണ് ഇലോൺ മസ്ക് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ആഗോള കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കണ്ണ് ഇന്ത്യൻ വിപണികളിൽ പതിഞ്ഞിട്ട് നാളുകൾ കുറയായി. അദ്ദേഹത്തിന്റെ ആഗോള വിപണികളിൽ തരംഗമായ ടെസ്ല ഇലക്ട്രിക് വാഹന വിസ്മയത്തിനായി ഇന്ത്യ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. പല കാരണങ്ങളാലും ഇത് വൈകുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ രണ്ടാമത് ഉൽപ്പന്നത്തിന് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. രാജ്യത്തെ ടെലികോം മേഖലയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുകേഷ് അംബാനി ജിയോ വഴി നടത്തിയ വിപ്ലവത്തിന് സമാനമാകും ഇലോൺ മസ്കിന്റെ വരവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജിയോയും എയർടെലും അടക്കം കണ്ടുവച്ചിരിക്കുന്ന ഇന്റർനെറ്റ് സേവന മേഖലയിലാണ് മസ്ക് എത്തുക. പ്രാദേശിക കമ്പനികൾ ഫൈബർ ബ്രോഡ്ബാൻഡ് വഴി ഉപയോക്താക്കളെ ആകർഷിക്കുമ്പോൾ മസ്ക് ഒരു പടി കൂടി കടന്ന് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സേവനത്തെ പറ്റിയാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും അതിവേഗ ഇന്റർനെറ്റ് സാധ്യമാക്കുന്ന ഒരു തീരുമാനമാകും ഇതും. വലിയ തോതിലുള്ള കേബിളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇതിന് ആവശ്യമില്ല. നിലവിലെ DTH സേവനങ്ങൾക്ക് സമാനമായി ഒരു ചെറിയ ആന്റിനയും ഒരു റിസീവറും മാത്രം അടങ്ങുന്നതാകും ഈ പാക്കേജ്. റെഗുലേറ്ററി അധികാരികളുമായുള്ള ദീർഘകാല പോരാട്ടത്തിന് ശേഷമാണ് സ്റ്റാർലിങ്കിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. പരമ്പരാഗത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനാണ് സംരംഭം ശ്രമിക്കുക എന്നാണ് വിവരം. മുകേഷ് അംബാനി ലക്ഷ്യം വയ്ക്കുന്ന അതേ ഗ്രാമങ്ങളിൽ തന്നെയാണ് മസ്കിന്റെ കണ്ണെന്നും വാർത്തകളുണ്ട്. ആഗോള കോടീശ്വരനും ഇന്ത്യൻ കോടീശ്വരനും തമ്മിലൊരു യുദ്ധമകലെയല്ല. സ്ഥിരമായി തുടർന്നു വരുന്ന ലേലങ്ങൾക്ക് പകരം അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസങ്ങളിലൂടെ ഉപഗ്രഹ സ്പെക്ട്രം അനുവദിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ സമീപനം ആഗോള സമ്പ്രദായങ്ങൾക്ക് അനുസൃതമാണ്. ഈ രീതിയെ പിന്തുണച്ചതിന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മസ്ക് നന്ദിയും അറിയിച്ചു കഴിഞ്ഞു. ഇതാദ്യമായല്ല മസ്ക് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. ടെസ്ല ഇതുവരെ എത്തിയില്ല എന്ന ആ ചിന്തയ്ക്ക് ഒരു മറുപടി അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1998 അദ്ദേഹം ആരംഭിച്ച പേപാൽ എന്ന സംരംഭത്തെ പറ്റിയാണ്. 2017 പേപാൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യം ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കാൻ തുടങ്ങിയ സമയത്താണ് പേപാലിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം. റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാർലിങ്ക് സേവനം 50 Mbps-നും 150 Mbps-നും ഇടയിൽ ഡൗൺലോഡ് വേഗത വാഗ്ദാനം ചെയ്യാൻ പ്രാപ്തമാണ്. കവറേജും ആവർത്തനവും വർദ്ധിപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിൽ തടസ്സമാകുന്നത് ഗ്രാമീണ മേഖലയുടെ മെല്ലെപ്പോക്കാണ്. ഇവിടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റിനും വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്തായാലും സാറ്റലൈറ്റ് ഇന്റർനെറ്റിനെ എല്ലാവരും ഒരേ മനസ്സോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അംബാനിക്ക് വലിയൊരു അടിയാകും എന്നതാണ് സംസാരം. ന്യൂസ് ഡെസ്ക് കർമാസ്.